ഹലോ ഹായ്. അപ്പം നമ്മുടെ ലവ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് റിവ്യൂ കേട്ടപ്പോൾ തോന്നി കേട്ടോ. കാരണം എല്ലാവരും എന്നോട് നേരിട്ട് വന്ന് പറയാൻ തുടങ്ങി നെക്സ്റ്റ് പാർട്ട് എവിടെയെന്ന്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലിൽ കയറി കാണുന്നില്ല, എന്നാലും നെക്സ്റ്റ് പാർട്ട് എന്തായി എന്നറിയാൻ എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണെന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മുടെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു മണ്ണാറശാല അമ്പലത്തിൽ പോയി, ഹരിപ്പാട് പോയി, മണ്ണാറശാല അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് അവർ പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് അങ്ങനെ 7ാമത്തെ വർഷത്തിലേക്ക് കടന്നു കേട്ടോ. അപ്പം ആ 7ാമത്തെ വർഷത്തിലേക്ക് കടന്ന ആ സമയത്ത് ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ പോയിട്ടാണ് ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചിരുന്നത്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ കുഞ്ഞാവ ഉണ്ടാവും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഏട്ടന് ഭയങ്കര വിശ്വാസമായിരുന്നു. ഏട്ടനറിയുന്ന ആർക്കൊക്കെയോ അങ്ങനെ അവിടെ പോയി വഴിപാടൊക്കെ ചെയ്ത് ഇങ്ങനെ കുട്ടികളുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വഴിപാടൊക്കെ ചെയ്ത് വന്നു. അങ്ങനെ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിലായപ്പോഴത്തേക്കും വിഷുവിൻ്റെ ലീവിന് വന്ന് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഛർദിയും ക്ഷീണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്കും അറിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ യാത്രകളൊക്കെ ഒഴിവാക്കി അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം 7 വർഷം ആയപ്പോഴത്തേക്കും നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. എല്ലാവരുടെ ഇടയിലും നമ്മൾക്ക് കുട്ടികളില്ല, ഇതില്ല എന്ന് പറഞ്ഞാലും ദൈവം വൈകിയെങ്കിലും ഓരോന്നും നമുക്ക് തന്നുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 7 വർഷത്തേക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആരെയാണ് വിളിച്ചു പറയണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അങ്ങനെ രാവിലെയാണ് അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, കോട്ടയത്താണല്ലോ. അപ്പോൾ അവിടെ വിളിച്ച് പറയണ്ടേ, എൻ്റെ വീട്ടിൽ വിളിച്ച് പറയണ്ടേ, അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഏട്ടനെയൊക്കെ വിളിച്ച് പറഞ്ഞ്, അപ്പോൾ ഏട്ടനും ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ അധികം യാത്ര പോവില്ലായിരുന്നു, വീട്ടിൽ നിന്ന് എവിടെയും പോവില്ലായിരുന്നു, ഭാരപ്പെട്ട പണി ചെയ്യില്ലായിരുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ കാണാനല്ല ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ആൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ